എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള അതായത് അപേക്ഷയിലെ 3 സ്റ്റെപ്പുകളിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ളതാണ് ഫീ പേയ്മെൻറ്റ്. അതായത് ആദ്യം ബേസിക് ഡീറ്റെയിൽസ് നൽകുകയും പിന്നീട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അടക്കം അപ്ലോഡ് ചെയ്ത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് എന്നുള്ള സ്റ്റെപ്പാണ് നാളെ അവസാനിക്കുന്നത്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ആ ഒരു സ്റ്റെപ്പ് നാളെ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു പുതുതായിട്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ അതായത് ഈ ഒരു 15-ാം തീയതിക്കകം ഈ ഒരു അപേക്ഷയുടെ അതായത് ഫീ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ആ ഒരു ലിങ്ക് വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അതായത് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള 3-ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ ഒരു 17-ാം തീയതി വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് 17-ാം തീയതി വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിക്ക് 800 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 400 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID അതുപോലെ ഈ ഒരു ചലാൻ നമ്പർ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതൊക്കെ എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID നൽകി റിക്കവർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ID ചലാൻ എന്നിവ താഴെ റിക്കവർ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ID ചോദിക്കും. ആ ഒരു നേരത്തെ കിട്ടിയ രജിസ്ട്രേഷൻ ID നിങ്ങൾ അവിടെ നൽകി അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ അല്ല സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് അടിയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ അതായത് ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതായത് യുവർ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ഈ ഒരു ജൂൺ 26-ാം തീയതി വരെ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് വിദ്യാർത്ഥികളെ 1 by 1 ആയിട്ടാണ് ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അതായത് ആ ഒരു ആക്സെപ്റ്റഡ് പ്രൊവിഷണലി അതായത് യുവർ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി അതായത് താൽക്കാലികമായിട്ട് നിരസിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിന് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിമാർക്സും കാണിക്കും. അപ്പോൾ റിമാർക്സ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഏതെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത റിസർവേഷൻ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൻ്റെയോ കാലാവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പർപ്പസിന് പകരം അതായത് ഈ ഒരു സെൻട്രൽ പർപ്പസോ മറ്റോ ആയതുകൊണ്ടായിരിക്കാം. എന്താണ് റിമാർക്സ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുകയും ആ ഒരു റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ CPAS-ൻ്റെ അപേക്ഷയും അവസാനിക്കുകയാണ്. CPAS-ൻ്റെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഒരു അപേക്ഷ നാളെ ആകും ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.